Hello everyone, good morning. Welcome to the Women of Honor series. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കാണുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദിവസം നേരുന്നു. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കയറി, അതായത് 2025 കൊണ്ട് 10ാം മാസം. എത്ര വേഗം 10ാമത്തെ മാസം വന്നല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഫാസ്റ്റായിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അത്രയും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ മെസ്സേജ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജോൺ, ചാപ്റ്റർ 2, 1-12, കാനാവിലെ കല്യാണം. ഈ മെസ്സേജ് കേട്ട് മടുത്തവരായിരിക്കും എല്ലാവരും. എന്നാലും കർത്താവ് ആദ്യമായിട്ട് ചെയ്ത അത്ഭുതമാണ് നമുക്കറിയാം. വെള്ളത്തെ വീഞ്ഞാക്കി. ആ അത്ഭുതത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണെന്ന്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അറിയാം കർത്താവ് വീഞ്ഞുണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാനും ചില ചിന്തകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കുറവുകളെ പരിഹരിക്കുന്നതായ യേശുക്രിസ്തുവിനെയാണ്. എന്നാൽ ഈ കുറവുകളുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് യേശുവല്ല, യേശുവിൻ്റെ മാതാവായ മറിയമാണ്. മറ്റാരുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ വീട്ടുകാർ ആവശ്യപ്പെടാതെ തന്നെ ഈ മറിയം അവിടെയുള്ള കുറവിനെ കണ്ടുപിടിക്കുകയും തൻ്റെ മകനോട് വന്ന് പറയുകയും അവർക്ക് അതിന് നീ എന്തെങ്കിലും ചെയ്യണമെന്ന്, തൻ്റെ മകന് ദൈവമാണെന്നും ദൈവം അവനെ കൊണ്ട് സാധിക്കും, എന്ത് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് മറിയം വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് പറയുന്നത് സഹായിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഏതാനും ചില പോയിൻറ്റ്സ് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ യേശുവിനെയും യേശുവിൻ്റെ അമ്മ മറിയത്തെ അതോടൊപ്പം ശിഷ്യന്മാരെയൊക്കെ കല്യാണത്തിന് വിളിച്ചിരുന്നു, കല്യാണ വീട്ടുകാർ. അവരെല്ലാവരും സന്തോഷമായിട്ട് അവിടെ ചെന്നു. നല്ല പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാരുടെ കല്യാണം 2-3 ദിവസത്തെ പ്രോഗ്രാം. അതിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ വീഞ്ഞൊക്കെ അവരുടെ ആചാരപ്രകാരം അവരുടെ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വീഞ്ഞ് സപ്ലൈ ചെയ്യുന്നതൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാതാവ് ആദ്യമായിട്ടും അവസാനമായിട്ടും, അതായത് മറിയാമ്മ ദൈവമായ തൻ്റെ മകനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ബൈബിളിൽ എവിടെ വായിച്ചു നോക്കിയാലും കർത്താവിനോട് മറിയമൊന്നും ആവശ്യപ്പെട്ടതായിട്ടല്ല എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ആ മറിയാമിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾക്ക് മകനുണ്ടല്ലോ, മകളുണ്ട്, അവർ സമ്പാദിക്കുന്നു, അവരിൽ നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞും എത്രയോ നല്ലതാണ് അവരായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്, നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ. എന്നാൽ അതിലേക്കല്ല ഞാൻ എൻ്റെ ചിന്ത കടക്കുന്നത്. അതായത് ഒരു മറ്റുള്ളവരുടെ പ്രയാസത്തിൽ അത് കണ്ട് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സ്ത്രീ, അതായത് ഒരു മാതാവ്. ആ അമ്മ അവർ ചുറ്റി നടന്ന് നോക്കിക്കാണും, കലവറയിലൊക്കെ നോക്കിയോ അതെന്താ അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എന്തായാലും ഒരു വിരുന്ന് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കുറവിനെ കണ്ട് അവിടുന്ന് ആ കാര്യം മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് പറയുന്നു. അങ്ങനെ കർത്താവ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നത്. അതുവരെ അത്ഭുതമൊന്നും ചെയ്തതൊന്നും മാതാവ് കണ്ടിട്ടുമില്ല, ആരും കണ്ടിട്ടുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നത് എൻ്റെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തിനാ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യം, നമുക്ക് എന്തിനാ എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുന്നു. എന്നാൽ അതൊക്കെ കാര്യമാക്കാതെ തന്നെ മാതാവ് അവിടെ നിന്ന് വേലക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിരുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് മാതാവ് അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്, മാതാവ് അവിടുന്ന് സ്ഥലം കാലിയാക്കി പോകുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഈ ശുദ്ധീകരണത്തിനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന കൽഭരണികളാണെന്ന്, അല്ലാതെ പിന്നീട് അവർ കാലിയായിരിക്കുന്ന കാൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് വേലക്കാരോട് യേശു പറയുന്നു. അവർ അതങ്ങനെ തന്നെ അനുസരിച്ച് അതിൻ്റെ വക്കോളം നിറച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്.
ആ ഭരണികളിൽ അവർ വക്കോളവും നിറച്ചു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതമാകുന്ന എം ടി ആയിട്ടുള്ള ഭരണികൾ, അധികം ഭരണികളൊന്നും വക്കോളം നിറഞ്ഞ് കാണത്തില്ല. അതിൽ ആ ഭരണികളെ നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് താല്പര്യം കാണിക്കേണ്ടത് ആവശ്യമാണ്. അതായത് വചനം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ജീവിതങ്ങളെ അലസതയില്ലാതെ നാം നിറച്ചു വയ്ക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നിറഞ്ഞ ഒരു കുടമായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണിയായിട്ട് നമ്മളുടെ ജീവിതത്തെ നമ്മളുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു രുചിയോ മണമോ അല്ലെങ്കിൽ വീര്യമോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിറമോ ഒന്നുമില്ലാത്ത ഒരു വസ്തുവാണല്ലോ വെള്ളം. എന്നാൽ ഈ വെള്ളം ഇല്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാനും സാധിക്കത്തില്ല എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീരുറവ, അതായത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ദാഹിക്കുന്നതിന് എൻ്റെ അടുക്കൽ വരുവീന്ന്. അപ്പോൾ ആ ജീവജലം തരുന്ന ദൈവമാണ് യേശു ക്രിസ്തു. നമ്മൾക്ക് ജീവജലം അത്യാവശ്യമാണ്. ഇവിടെയുള്ള ജലവും അത്യാവശ്യം. ജലം മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 70% മേലെ വെറും വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്ന വെള്ളം പച്ചവെള്ളത്തെക്കുറിച്ചാണ് കേട്ടോ, വേറെ വെള്ളമൊന്നുമല്ല. അപ്പോൾ ദൈവം വന്നിട്ട് മനുഷ്യനെ നിന്നും ആഗ്രഹിക്കുന്നത് ആ നീരുറവ കുടിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ആ ജീവൻ്റെ ജലം കുടിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്നാണ്. അപ്പം നമ്മളുടെ അലസതകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ നമ്മുടെ നിരാശ, അതുപോലെ നമ്മുടെ ദുഃഖവും പ്രയാസവും കഷ്ടവും അതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ലെന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിനെ സത്യമായിട്ടും സേവിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യന് കഷ്ടമുണ്ടെന്ന് തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലോകപ്രകാരം നമ്മൾ ജീവിച്ചാലും എത്ര പേർക്ക് കഷ്ടമില്ലാത്തവരുണ്ട്? വെരി ഫ്യൂ. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, കൂട്ടുകാർ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മുടെ ദിവസങ്ങളെയും നമ്മുടെ ജീവിതത്തെയും നമ്മൾ നിറമുള്ളതാക്കി മാറ്റുക എന്നാണ്. അതായത് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ആ വീഞ്ഞിന് നമുക്കറിയാം അതിന് രുചിയുണ്ട്, മണമുണ്ട്, നിറമുണ്ട്. അതുപോലെ തന്നെ അത് വീഞ്ഞാക്കി മാറിക്കഴിയുമ്പോൾ അതിന് വീര്യവും ഉണ്ട്, അല്ലേ? അപ്പോൾ അത് വിരുന്ന് വാഴി രുചിച്ച് നോക്കിയാറെ അത് ഏറ്റവും മേത്തരമായ വീഞ്ഞെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പം വെറും സാധാരണ വെള്ളത്തിൽ നിന്നും അത്രയും മേന്മയേറിയ ക്വാളിറ്റിയേറിയ മേത്തരമായ വീഞ്ഞിനെ ഉണ്ടാക്കാൻ സാധിച്ച ദൈവത്തിന് നമ്മളെപ്പോലുള്ള ഓരോ സാധാരണ മനുഷ്യരെയും ഏറ്റവും മേൽത്തരമായിട്ടും അവന് പ്രയോജനപ്പെടുന്നതും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതുമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിന് രുചിയും മണവും നിറവും വീര്യവും തരുന്നത് ദൈവമാണ്. അപ്പോൾ അത് നമ്മളുടെ കൂടെയുള്ളവർക്കും നമ്മുടെ കൂടെ വസിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെയും ഒരു പ്രചോദനമായിട്ട് മാറണം എന്നുള്ളതാണ്. അത് പ്രയോജനപ്പെടുന്നതും പ്രചോദനമുള്ളതുമായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോൾ നമുക്ക് ദൈവത്തിൽ അത് ആശ്രയപ്പെട്ട് ധന്യമായി എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഗാന്ധിയെക്കുറിച്ച്. ഇപ്പോൾ ഗാന്ധി ജയന്തി ഒക്കെ കഴിഞ്ഞ സമയമാണല്ലോ. ആ ഗാന്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ആ ജീവിതത്തിൽ അതൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും നമുക്കറിയാം എത്രമാത്രം ഉണ്ടെന്നുള്ള. ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഗാന്ധി ഫിലിം ഇംഗ്ലീഷിലുള്ള ഗാന്ധി എന്നുള്ള ഫിലിം ഒന്ന് കാണേണ്ടത് തന്നെയാണെന്നത്. കാണുമ്പോൾ നമുക്കറിയാം അത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ എടുത്ത സിനിമയാണ്. അപ്പോൾ ആ ഗാന്ധിയുടെ ആദർശം, യേശുവിൻ്റെ ആദർശം ഗാന്ധി ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും മറ്റുള്ളവർക്കും സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ജ്ഞാനവും വേഗവും അറിവും എല്ലാം നൽകി അവൻ അനുഗ്രഹിക്കേണ്ടതിനായിട്ടും സർവരെയും സന്തോഷത്തിലും സമാധാനത്തിലും കാക്കേണ്ടതിനായിട്ടും
നല്ല ആശംസകളോടെ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടെ ബൈ ടു ഓൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.